നിലമ്പൂരിൽ ചാണ്ടി ഉമ്മൻ്റെ തീവ്ര പ്രചരണം. കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ ചരിത്രമെടുത്താൽ ഇത്രയേറെ ജനകീയ മുഖമുള്ള ആളുകൾക്കിടയിൽ ഒരാളായി ജീവിച്ച ഒരു മുഖ്യമന്ത്രിയെ ഇതിനു മുമ്പ് കേരള ചരിത്രത്തിൽ കാണാനാകില്ല. അതാണ് ഉമ്മൻചാണ്ടി. കുഞ്ഞൂഞ്ഞ് എന്ന നാട്ടിലും ഏറ്റവും അടുപ്പമുള്ളവർക്കും മാത്രമറിയുന്ന ഈ മനുഷ്യൻ്റെ ജനകീയ പാത പിന്തുടർന്നുകൊണ്ട് മകൻ ചാണ്ടി ഉമ്മൻ ഒരു ജനകീയ മുഖമാകുന്ന കാഴ്ചയാണ് നിലമ്പൂരിൽ കാണാനാകുന്നത്. കഠിനാധ്വാനത്തിൻ്റെ കയ്പുനീരിലൂടെ പിതാവ് കടന്നുപോയ അതേ വഴികൾ തന്നെയാണ് മകൻ ചാണ്ടി ഉമ്മനും പിന്തുടരുന്നത്. UDFനെ, കോൺഗ്രസിനെ എന്നും കയ്യും മെയ്യും മറന്ന് ചോര നീരാക്കി മൺമറഞ്ഞ മറ്റ് നേതാക്കളോടൊപ്പം തോളോട് തോൾ ചേർന്ന് പടുത്തുയർത്തിയ കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയുടെ അതേ പ്രഭാവത്തോടെ തൻ്റെ മകനും കടന്നു പോകുന്നത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാകും ആ മഹാനായ മനുഷ്യൻ. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മനെതിരെ UDF എതിരാളികൾ ഉയർത്തിവിട്ട ആരോപണങ്ങൾക്കുള്ള ശക്തമായ മറുപടി ആയിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ കഴിയുക. എതിരാളികളുടെ വായടപ്പിക്കുന്ന ഒരു മുന്നേറ്റം തന്നെയാണ് ചാണ്ടി ഉമ്മൻ നിലമ്പൂരിൽ കാഴ്ചവെക്കുന്നത്. നമുക്കറിയാം, ഒരു ജനതയുടെ മൊത്തം ഒരു വികാരം നിലമ്പൂരിൽ പ്രതിഫലിക്കാൻ പോവുകയാണ്. ആര്യാടൻ ഷൗക്കത്തിലൂടെ അത് പ്രതിഫലിക്കും. ഒരു ഒറ്റയാൾ പട്ടാളമായി നിലമ്പൂർ മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലും നഗരസഭയിലും ഓടി നടന്ന് വീടുകൾ കയറുന്ന തിരക്കിലാണ് അദ്ദേഹം. 3000 വീടുകളിൽ 30,000-ന് മുകളിൽ വ്യക്തികളെ നേരിട്ട് കാണുക എന്നതാണ് ലക്ഷ്യം. ഇപ്പോൾ തന്നെ ദ്രുതഗതിയിലുള്ള ഓട്ടത്തിനിടയിൽ 2500ഓളം വീടുകൾ കയറി ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ കണക്ക് പറയാൻ 2200 വീടാണ് കയറിയിരിക്കുന്നത്. അഭൂതപൂർവമായ മുന്നേറ്റമാണ് അവിടെ ചാണ്ടി ഉമ്മൻ കാഴ്ചവെക്കുന്നത്. മൂത്തേടം, നിലമ്പൂർ, അമരമ്പലം, എടക്കര തുടങ്ങിയ പ്രദേശങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് കുടുംബങ്ങളിൽ ആളുകളെ കണ്ടത് എന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ലക്ഷ്യം 3000 കുടുംബങ്ങളാണെങ്കിലും മണ്ഡലത്തിലെ മറ്റ് പ്രദേശങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് ചാണ്ടി ഉമ്മൻ്റെ നീക്കം. ഏറെ സന്തോഷവാനായി ചിരിച്ച മുഖത്തോടെ ആളുകളെ സമീപിക്കുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന തങ്ങളുടെ പ്രിയ നേതാവിൻ്റെ സാമീപ്യമാണ് അനുഭവപ്പെടുന്നത് എന്നാണ് ഏറെ സന്തോഷത്തോടെ ആളുകൾ പറയുന്നത്. ശ്രീമാൻ ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു MLA ആണ്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം അവിടെ ഉറപ്പിച്ചതാണ്. എങ്കിലും എതിരാളികൾ തൊടുത്തുവിടുന്ന പ്രചരണങ്ങൾ നിഷ്പ്രഭമാക്കാൻ ചാണ്ടി ഉമ്മൻ്റെ പ്രവർത്തനങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നാണ് നിലമ്പൂരിൻ്റെ സ്പന്ദനങ്ങൾ തെളിയിക്കുന്നത്. സൗഹൃദത്തോടെ, ഏറെ സ്നേഹത്തോടെ ഓരോ വ്യക്തിയുടെയും വിവരങ്ങൾ ഏറ്റവും അടുത്തു നിന്ന് തിരക്കി അവരെ സമാശ്വസിപ്പിച്ച് ചാണ്ടി ഉമ്മൻ ഹൃദയഹാരിയായി മാറുന്ന കാഴ്ച മനസ്സ് കുളിർപ്പിക്കുന്നതാണ് നിലമ്പൂരിൽ. പിതാവിൻ്റെ ഓർമ്മകൾ നെഞ്ചേറ്റിക്കൊണ്ട് ജനങ്ങളെ സമീപിക്കുമ്പോൾ തൻ്റെ പിതാവിന് കേരള ജനതയുടെ മനസ്സിലുള്ള സ്ഥാനം എത്രയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്ന് ചാണ്ടി ഉമ്മൻ ചൂണ്ടിക്കാട്ടുന്നു. ആൾക്കൂട്ടങ്ങളുടെ നേതാവ് എന്ന് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണ് ചാണ്ടി ഉമ്മൻ്റെ ഈ പ്രവർത്തനങ്ങളും വരുന്നത്. നിലമ്പൂരിൽ ചാണ്ടി ഉമ്മനടക്കം കോൺഗ്രസിലെ യുവ നേതൃത്വത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിന് മുഴുവൻ ഊർജം പകരുന്നതാണ്. തീർച്ചയായും ചാണ്ടി ഉമ്മൻ്റെ ഈ പ്രവർത്തനം അത് നിലമ്പൂരിൽ ഒരു വലിയ മുന്നേറ്റം തന്നെയായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിൻ്റെ മൊത്തം സ്പന്ദനമാകും അവിടെ പ്രതിഫലിക്കുക. സർക്കാരിൻ്റെ തീരാത്ത കെടുതികൾ കൊണ്ട് ജനത്തിനെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സർക്കാരിനെ തുറന്നു കാട്ടുക എന്നതും സംരക്ഷണത്തിൻ്റെ കരങ്ങൾ കൊണ്ട് കേരള ജനതയെ ചേർത്ത് നിർത്താൻ UDFൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ അഹോരാത്രം പ്രയത്നിക്കുന്ന ഈ യുവ പോരാളിയുടെ വേറിട്ട പ്രവർത്തനങ്ങൾ എതിരാളികളുടെ എല്ലാ പ്രചരണങ്ങളുടെയും കൊമ്പടിക്കുന്ന ശക്തമായ നീക്കമായി മാറുമെന്നത് എതിർച്ചേരിയിൽ അങ്കലാപ്പ് സൃഷ്ടിക്കുന്നു എന്നത് ചാണ്ടി ഉമ്മൻ്റെ പ്രവർത്തന വിജയമാണ്. അത് UDFൻ്റെ, കോൺഗ്രസിൻ്റെ വീര്യം വർദ്ധിപ്പിക്കുന്നു എന്നതിൽ സന്തുഷ്ടരാണ് നേതൃത്വം. ഇനി നിലമ്പൂരിൽ ചരിത്ര നേട്ടമാകും ഈ ഉപതെരഞ്ഞെടുപ്പ് UDFന്. അത് ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിയുടെ ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് കുതിക്കുമെന്നതും ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.